1976-ലെ തന്റെ ദ 12th പ്ലാനറ്റ് എന്ന പുസ്തകത്തിൽ റഷ്യൻ അമേരിക്കൻ എഴുത്തുകാരനായ സെക്കറിയ സിച്ചിൻ അവകാശപ്പെട്ടത് 5 ലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് സ്വർണം ഖനനം ചെയ്യുന്നതിനായി ഭൂമിയിലേക്ക് വന്ന കണ്ടെത്തപ്പെടാത്ത നിബിരു ഗ്രഹത്തിൽ നിന്നുള്ള അന്യഗ്രഹ ജീവികളുടെ ഒരു വംശമാണ് അനുനാഗിയെന്ന്. സിച്ചിൻ പറയുന്നതനുസരിച്ച് ആധുനിക മനുഷ്യരെ അവരുടെ അടിമകളായി പ്രവർത്തിക്കാൻ അനുനാഗി ജനിതകമായി എഞ്ചിനീയറിംഗ് ഹോമോ ഇറക്ടസ് സൃഷ്ടിച്ചു. അന്റാർട്ടിക് ഹിമാനികൾ ഉരുകിയപ്പോൾ അനുനാഗികൾ ഭൂമി വിട്ടുപോകാൻ നിർബന്ധിതരായി. നോഹയുടെ വെള്ളപ്പൊക്കത്തിന് കാരണമായി ഇത് ഭൂമിയിലെ അനുനാഗിയുടെ അടിത്തറയും നശിപ്പിച്ചുവെന്ന് സിച്ചിൻ അവകാശപ്പെട്ടു. ഇവ പുനർനിർമ്മിക്കേണ്ടി വന്നു. ഈ ബൃഹത്തായ ശ്രമത്തിൽ സഹായിക്കാൻ കൂടുതൽ മനുഷ്യരെ ആവശ്യമുള്ള നെഫിലിമുകൾ അവരെ കൃഷി പഠിപ്പിച്ചു. റൊണാൾഡ് എച്ച്. ഫ്രിറ്റ്സ് എഴുതുന്നു, സിച്ചിന്റെ അഭിപ്രായത്തിൽ അന്നുനാക്കി പിരമിഡുകളും ലോകമെമ്പാടുമുള്ള മറ്റെല്ലാ സ്മാരക നിർമ്മിതികളും നിർമ്മിച്ചു. പുരാതന ബഹിരാകാശ ശാസ്ത്രജ്ഞർ അത്യധികം നൂതനമായ സാങ്കേതികവിദ്യകളില്ലാതെ നിർമ്മിക്കുന്നത് അസാധ്യമാണെന്ന് കരുതുന്നു. മനുഷ്യ അന്യഗ്രഹ സങ്കരയിനങ്ങൾക്ക് പിന്നിൽ അവരിൽ ചിലർ ഇന്നും ജീവിച്ചിരിക്കാം. അവരുടെ അന്യഗ്രഹ വംശപരമ്പരയെക്കുറിച്ച് അറിയില്ല. ദി സ്റ്റെയർവേ ടു ഹെവൻ 1980, ദ വാർസ് ഓഫ് ഗോഡ്സ് ആൻഡ് മാൻ 1985 എന്നിവയുൾപ്പെടെ പിന്നീടുള്ള കൃതികളിൽ സിച്ചിൻ ഈ മിത്തോളജി വിപുലീകരിച്ചു. ദി എൻഡ് ഓഫ് ഡേയ്സ്, അർമഗെദോണും റിട്ടേൺ പ്രവചനവും 2007. മെസോ അമേരിക്കൻ ലോങ് കൗണ്ട് കലണ്ടറിന്റെ അവസാനത്തോട് അനുബന്ധിച്ച് 2012-ൽ തന്നെ അനുനാഗി ഭൂമിയിലേക്ക് മടങ്ങിവരുമെന്ന് സിച്ചിൻ പ്രവചിച്ചു.